പഴയതൂരും മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ സ്റ്റാലിനെ ഉപദേശിച്ച് നേരെയാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത വയ്യാവേലിയൊന്നും നീ തലയിലേക്കെടുത്ത് വെക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുകയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അത് കേൾക്കാൻ ഒരുക്കമല്ല എന്ന് കാണാൻ സാധിക്കും. സ്റ്റാലിൻ പറയുന്നത് വേറെ ഒന്നുമല്ല, അതായത് അലീനയ്ക്ക് നീതി കിട്ടണം എന്ന് മാത്രമാണ്. എൻ്റെ മകളായി ജനിച്ചിട്ട് ഞാനവൾക്ക് ജന്മം കൊടുത്തിട്ട് ഈ 23 വർഷക്കാലം അവൾ ഒരുപാട് യാതനകൾ സഹിച്ചതാണ്. ഇനിയും അവളെ വേദന തിന്നാനായിട്ട് അവൾ ഇനിയും ഒരു അനാഥയാണെന്ന് പൊതു സമൂഹത്തിൻ്റെ മുൻപിൽ അറിയപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ സ്റ്റാൻലി പറയുമ്പോൾ, എൻ്റെ പൊന്ന് ലാലിച്ച, നീ എന്താ ഒന്ന് ചിന്തിക്കാതെ ഇപ്പോൾ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതിനിപ്പോൾ അധികം ചിന്തിക്കാനൊന്നുമില്ല അപ്പച്ച. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തിച്ച് കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പം ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറയുന്നു. നിനക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, അവരോടൊക്കെ നിനക്ക് പറയേണ്ടി വരും. അവരെല്ലാവരും നീയുമായിട്ട് യുദ്ധത്തിന് വരും എന്ന് പറയുമ്പോൾ, യുദ്ധത്തിന് വരുന്നെങ്കിൽ വരട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. യുദ്ധത്തിന് വന്നാൽ ഞാൻ നെഞ്ചും വിരിച്ച് ആർമിയിലെ പോലെ നേരിടുമെന്ന് നമ്മുടെ സ്റ്റാൻലി അപ്പനോട് പറയുമ്പോൾ, നീ എന്തിനാണ് ആ പെൺകുട്ടിയെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമെന്നറിഞ്ഞിട്ടും ഇത്രയും എതിർപ്പ് വരുമെന്ന് അറിഞ്ഞിട്ടും കൂടെ നിലനിർത്തുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അവൾ എൻ്റെ മകളാണെന്ന്. കൂടാതെ തന്നെ അവളെ കണ്ടാൽ കൂടെ നിർത്താനേ തോന്നുകയുള്ളൂ എന്ന് കൂടെ സ്റ്റാൻലി ഔതക്കുട്ടിയുടെ അടുത്ത്, അതായത് കുട്ടിച്ചായൻ്റെ അടുത്ത് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. എങ്കിൽ നീ അവളെ ഒന്നും കൂടെ വിളിക്ക് എന്ന് പറയാണ്. അപ്പോഴാണെങ്കിൽ വിളിക്കാൻ സാധിക്കില്ല, കഴിയില്ല. നമ്മൾ ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അവളെ വിളിക്കാമെന്ന് പറയുന്നു. അവളുടെ മുൻപിൽ മദ്യം കഴിക്കുന്നത് എനിക്ക് മോശം കേടാണ് എന്ന് കൂടി നമ്മുടെ സ്റ്റാൻലി കൂട്ടിച്ചേർക്കുകയാണ്. ഇത് എന്ന് തുടങ്ങി ലാലിച്ച ഈ ശീലങ്ങളൊക്കെ എന്ന് നമ്മുടെ കുട്ടിച്ചായൻ ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അവളെ കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം ഞാൻ തുടങ്ങിയത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് വീടിന് പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിൽ, അതായത് വീടിനല്ല മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിൽ അലീനയെ വിളിക്കുകയാണ്. അലീനയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണെന്ന് കാണാം. അവിടെ കുട്ടിയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സ്റ്റാലിനോട് വേണ്ട വേണ്ട എന്ന് പറയുകയാണ്. നീ ഓടിച്ച് വിടുകളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വൈജയന്തി അവിടെ പുതിയ പദ്ധതിയും കാര്യങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സ്ഥാനം വീട്ടിലുറപ്പിക്കണം, കൂടാതെ തന്നെയാണെങ്കിൽ തൻ്റെ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരികെ എടുക്കണം, എല്ലാവരെയും വീണ്ടും തൻ്റെ കീഴിലാക്കണം എന്നൊരു ചിന്തയൊക്കെ വൈജയന്തി കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബബിതയുടെ മെക്കിട്ടൊക്കെ കയറി ബബിതയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിലയ്ക്ക് നിർത്താമെന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബബിത പറയുന്നുണ്ട്, അമ്മ എൻ്റെ കാര്യത്തിൽ അധികം തലയിടൊന്നും വേണ്ട, എൻ്റെ കാര്യം നോക്കാനായിട്ട് എനിക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് നമ്മുടെ നമ്മുടെ വൈജയോട് ബബിത പറയുന്നത് കാണാം. അമ്മയുടെ പഴയ ഭരണമൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് കൂടി ചേർത്ത് വയ്ക്കുകയാണ്
നമ്മുടെ ബബിയെന്ന് കാണാൻ കഴിയും. ഇവിടെയാണെങ്കിൽ അവതക്കുട്ടി തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അലീനയെ സ്റ്റാലിൻ വിളിക്കുന്നുണ്ട്. അലീന കടന്നു വരുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ അപ്പനോട് പറയുകയാണ്, ദേ വന്നിരിക്കുന്നു. അപ്പന് ശ്വാസം മുട്ടിക്കുന്ന, അപ്പന് ടെൻഷൻ അടിപ്പിക്കുന്ന, അപ്പന് ഉറങ്ങാൻ സമ്മതിക്കാത്ത ആ പെൺകുട്ടി അലീന എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ ആരാത് എന്ന് ചോദിച്ചുകൊണ്ട് തിരിയുന്നതും അവതക്കുട്ടിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു. കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് കാണാൻ കഴിയുന്നു. ഒടുവിൽ നമ്മുടെ അലീനയാണെങ്കിൽ അതായത് തൻ്റെ വല്യപ്പച്ചനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് വല്യപ്പച്ചൻ എന്നെ ഓടിക്കാനായിട്ട് പറപ്പിക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നു. ഇത് നിന്നോട് ആര് പറഞ്ഞു കൊച്ചേ? ഞാൻ നിന്നെ ഓടിക്കാനൊന്നും വന്നതൊന്നും അല്ലെന്നേ എന്ന് പറയുമ്പോൾ, ഞാൻ കേട്ടു വല്യപ്പച്ചൻ എന്നെ ഓടിച്ചു വിടാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഒരിക്കലുമില്ലെന്നേ, ഞാൻ നിന്നെ ഓടിച്ചു വിടാനോ? നിന്നെയൊന്നും ഞാൻ ഓടിച്ചു വിടാൻ വന്നതൊന്നുമല്ല. നിന്നെ ഒന്ന് പരിചയപ്പെടണം. എൻ്റെ മോൻ്റെ മോളല്ലേ നീ, അതുകൊണ്ട് തന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. തുടർന്ന് നമ്മുടെ അലീനയാണെങ്കിൽ വന്ന സ്ഥിതിക്ക് ഓരോ ചായ കുടിച്ചാലോ എന്ന് അലീന ചോദിക്കുകയാണ്. അതിനെന്താ എന്ന് പറയുന്നു. അതായത് വലിയ വീരശൂര പരാക്രമി പോലെ എത്തിയ അവതക്കുട്ടി അലീനയുടെ മുൻപിൽ വെറും പൂച്ചക്കുട്ടിയായി മാറുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവതക്കുട്ടി മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സ്റ്റാലിൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതായത് സ്വന്തം അമ്മയുടെ കൊച്ചായുള്ള പെൺകുട്ടിയാണ് അലീന എന്ന് തിരിച്ചറിയുകയാണ് സ്റ്റാലിൻ. അതുകൊണ്ടാണ് സ്റ്റാലിന് ഇത്തരം മാറ്റം വന്നതെന്ന് തിരിച്ചറിയുന്നു. നമ്മുടെ അവതക്കുട്ടി തിരിച്ചറിയുന്നു. അതോടൊപ്പം അലീനയെ കണ്ടതും അവതക്കുട്ടിയുടെ പെരുമാറ്റത്തിലും മാറ്റം വന്നതായി അവതക്കുട്ടിക്ക് തോന്നുമ്പോൾ, ഇവൾ വളരെ നല്ലൊരു പെൺകുട്ടിയാണെന്നും നല്ല പോസിറ്റീവ് വൈബുള്ള പെൺകുട്ടിയാണെന്നും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്നും നമ്മുടെ വല്യപ്പച്ചൻ തിരിച്ചറിയുന്നു. തുടർന്ന് ചായയൊക്കെ കുടിച്ച് വല്യപ്പച്ചൻ സന്തോഷിക്കുകയാണ്, ആ നിമിഷം ആസ്വദിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ.